അങ്ങനെ നമ്മുടെ നീതു അമ്മേനെയും അച്ഛനെയും ഏട്ടനെ എങ്ങനെയാണ് ഒതുക്കിയതെന്ന് ഹരീഷിനോട് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ഹരീഷ് കേൾക്കുമ്പോൾ വല്ലാതെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നീ ഇപ്പോൾ സേഫ് ആണല്ലോ, അത് മതി എനിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹരീഷ്. എന്തായാലും നീതു പറയണ്ടത് ഇനി നീ എപ്പോൾ വേണമെങ്കിൽ മെല്ലെ കല്യാണം കഴിക്കുക, എനിക്കൊരു ധൃതിയില്ല. നിൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് നികേഷിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ ആരുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുക, ഇനി എൻ്റെ വീട്ടുകാരെ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷ് വീട്ടിൽ പോയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നീ നീതുവിനെ വിളിച്ചോ, അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണോ നീ ഇങ്ങനെ ചിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ നീതുവിൻ്റെ വീട്ടിൽ സംഭവിച്ചതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എന്തായാലും നീതു ചെയ്തത് ശരിയാണ്, ഇല്ലെങ്കിൽ അവൾ എത്ര അടി വാങ്ങണം, അവൾ പാവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്മയ്ക്ക് അച്ഛനെതിരെ കേസ് കൊടുക്കേണ്ടിയിരുന്നില്ല, അത് എത്ര മോശമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞു, എങ്ങനെ ദ്രോഹിച്ചാൽ പിന്നെ എന്താ ഏട്ടാ ചെയ്യുക, അതുകൊണ്ടല്ലേ അവൾ കേസ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി പറയുന്നുണ്ട്, അന്ന് ഇനി ഒരിക്കലും അവളെ വിട്ട് കളയരുത്, അവൾ നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇടയിൽ കയറിയിട്ട് നമ്മുടെ സുധീഷ് പറഞ്ഞിട്ട്, എന്നെ പോലെ ഞാൻ ഒരിക്കലും നിധിനെ വിട്ട് കളയില്ല എന്ന് പറയുന്നുണ്ട്. നിധിക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഷോക്കാവുന്നുണ്ട്. നിധി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് മനസ്സിലായി അവൻ പറഞ്ഞത് പൊട്ടത്തരാണെന്ന്. വേഗം അവൻ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ട് അടുക്കളയിലേക്ക് ഓടിപ്പോണ്ട്. ആ സമയത്ത് എന്നിട്ട് അവിടെ നിന്ന് വേഗം നിധിനെ എത്തി നോക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആവും സമാധാനം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ഇരുന്ന് നഖം വെട്ടുന്ന സമയത്ത് നമ്മുടെ നിധി പതുക്കെ പോണ്ട് ഭാസ്കരൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയുന്നത്, നീ എന്താ എന്നെ ചീത്ത വിളിക്കാൻ വന്നതാണോ, വേറെ എൻ്റെ മക്കളെന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ച് പറയും, പക്ഷെ നീ ചീത്ത വിളിച്ചാൽ ഞാൻ ഒന്നും പറയില്ല, എനിക്കതിനെ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. നിധി ഇങ്ങനെ ഓരോന്നും ഉണ്ടാതിരിക്കുന്നുണ്ട്. നിധി പറയുന്നത് ചൊവ്വാഴ്ച ആയിട്ടാണോ നഖം വെട്ടുക, അതെങ്ങനെ ഒരു കൊല്ലത്തെ നഖം ഉണ്ടല്ലേ കാലുമ്മലെന്ന് പറയുമ്പോൾ, ഞാൻ എത്ര ദിവസത്തെ ആണെങ്കിൽ വെട്ടിക്കോട്ടെ, നിനക്ക് എന്താണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെയും നമ്മുടെ നീതി തുടങ്ങുന്നുണ്ട്, നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ, നിങ്ങളുടെ മകനല്ലേ സുഭാഷ് ഏട്ടൻ, ഒരു കല്യാണമൊക്കെ നോക്കിക്കൂടാ, അതിന് ഞാൻ എന്താ ചെയ്യുക, ഞാൻ നല്ല അച്ഛൻ തന്നെയാണ്, അവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നോട്ടെ, ഞാൻ ഉള്ളിൽ കയറ്റിക്കോളാം, ആശീർവദിച്ചിട്ട് ഉള്ളിൽ കയറ്റിക്കോളാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല, അതിനപ്പുറം ഞാൻ എന്താ ചെയ്യുക, ഇത്ര പോകുന്നില്ല, ഇനി അവനൊരു പെണ്ണിനെ കണ്ടെത്ത അവന് വെയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇനിയിപ്പോൾ പ്രേമിക്കാൻ പറ്റില്ല, നമുക്കൊരു പെണ്ണിനെ കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരൻ അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല പറഞ്ഞിട്ട് നീട്ടിപ്പോണ്ട്. എന്തായാലും നിധി ഉള്ളിൽ പോണ സമയത്ത് നമ്മുടെ ഹരീഷും നികേഷും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി മൂന്നാളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഫോൺ കളിച്ചോളി, നിങ്ങളുടെ ഏട്ടനൊരു പെൺകുട്ടിയെ ശരിയാക്കണം നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് കയറി പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞ കുറച്ച് ദിവസം നിന്നിട്ട് മതി, നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ മനസ്സൊക്കെ മാറിയിട്ട് മതി കല്യാണം, ഇപ്പം എന്താ പെട്ടെന്ന് അത് എത്ര ദിവസമായി കഴിഞ്ഞിട്ട്, ഇനി വേഗം നിങ്ങളൊരു പെൺകുട്ടിയെ ശരിയാക്കിയിട്ട് ആ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിൽ പോയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷും സുധീഷും അന്വേഷിച്ച് ഇങ്ങനെ പോണ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഓരോ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, ഈ കറി എങ്ങനെ വെക്കുക, ആ കറി എങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനും ഹരീഷിനും വല്ലാത്ത ദേഷ്യം വന്നിട്ട് നമ്മുടെ ഏട്ടനെ പറ്റി ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളോട് എങ്ങനെ ഈ കറി വെക്കാന്നൊക്കെ ചോദിച്ച് നിൽക്കണ്ട, നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല, ഇനി ആരെയും കല്യാണം അന്വേഷിച്ച് വന്നാൽ അവർ വേണ്ടാത്ത പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട്, ഇല്ലടാ അവരൊന്നും ചെയ്യില്ല, ഏത് സമയത്ത് നികേഷിന് പരാതിയല്ല, ഞാൻ ഒരേ കൂട്ടാൻ വെക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ വ്യത്യസ്ത തരത്തിൽ കൂട്ടാൻ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് പറഞ്ഞിട്ട് ഈ ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും തിരിച്ച് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മളെ നിധി സുധീഷിനെ വിളിച്ചിട്ട് വേഗം അർജൻറ്റായി റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തിനത്ര അർജൻറ്റ് പോകുമ്പോൾ അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് എന്തോ നമ്മൾ അത്യാവശ്യമായിട്ട് കാണണത്ര, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും അങ്ങോട്ട് പോകേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.